രാവിലെ എങ്ങനെ തയ്യാറാക്കണമെങ്കിൽ കറി പോലും വേണ്ട കേട്ടോ. ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ടെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി കട്ട് ചെയ്തെടുത്ത സവാള ഇതും കൂടി 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി പൊടിച്ചതും വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം. കുഴച്ചെടുത്ത മൈദമാവ് ഓരോ ബോൾസ് ആക്കി എടുക്കാം. ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത കൂട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കാം. പുഴുങ്ങിയെടുത്ത മുട്ട കട്ട് ചെയ്ത് വെച്ചെടുക്കാം. എന്നിട്ട് ഒരു പത്തിരിയും കൂടെ വെച്ചെടുക്കാം. പാൻ ചൂടാക്കി 1 ടീസ്പൂൺ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വെച്ചെടുത്ത് തിരിച്ചും മറിച്ചിട്ടൊന്ന് ചുട്ടെടുക്കാം. ലൈക്ക് ചെയ്യാൻ മറക്കരുത്.